രാധു, നീ എന്നെ അങ്ങോട്ട് വരത്തിക്കല്ലേ കേട്ടല്ലോ. സമയം എത്രയെന്ന് അറിയാമോ? കോളേജിലൊന്നും പോകുന്നില്ലേ നീ? അച്ഛൻ ഒരുങ്ങി ഇറങ്ങാറായി കേട്ടാ. ഇനിയിപ്പോ അച്ഛൻ പോയി ഇന്ന് കിടന്ന് ഇവിടെ കിടന്ന് കാലിട്ടടിക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ. Being your mom, it's the best part of me. The love that we share, it sets my heart free. Being your mom. എന്റെ പൊന്ന് സ്വരൂപ്, സമയമാകുമ്പോ എഴുന്നേറ്റുള്ളൂ. നീ എനിക്ക് വല്ലതും തരണമെങ്കിൽ സമയം എത്രയാണെന്ന് അറിയാമോ? ഇപ്പോഴാണെങ്കിൽ അവിടെ ചെന്നാൽ ഒന്നും കഴിക്കാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. ആ മുതലാളിക്ക് ഇപ്പൊ വല്ലാത്തൊരു ദേഷ്യവും കൂടിയാണ്. You were just a little spark in the universe so cold. I held you in my beating heart, a treasure to behold. എന്റെ പൊന്ന് രാഘവേട്ട, രാവിലെ മുതല് പട്ടിണി കിടന്ന് വെള്ളം പോലും കുടിക്കാതെ അവിടെ കിടന്ന് ജോലി ചെയ്തിട്ട് ആ മനുഷ്യൻ അതിന്റെ ഒരു സ്നേഹമോ കരുതലോ നമ്മളടുത്ത് കാണിക്കുന്നുണ്ട്. എന്ത് തരം മനുഷ്യരായി ഈ ലോകത്തുള്ള എന്റെ ദേവി. എന്റെ പൊന്ന് സരു, അതൊക്കെ നീ സമയം പോലെ ദേവിയോട് ഇരുന്ന് ചോദിക്കും. ഇപ്പൊ എനിക്ക് വല്ലതും കഴിക്കാൻ എന്താ? ഞാൻ കഴിച്ചിട്ട് പോട്ട്. ഞാൻ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. വന്ന് കയ്യിലിരിക്കുന്ന മുഴുവൻ അങ്ങോട്ട് കഴിച്ചാണ്. ഇനി തിരിച്ചു വരുന്നവരെ ഒരു വക കഴിക്കത്തില്ല. അതുവരെ പിടിച്ച് നിൽക്കണ്ടേ ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കാനായിട്ട്. ഞാൻ എന്താ ഒരു 1 ഗ്ലാസ് പാലും കൂടെ ചൂടാക്കി എടുത്തോണ്ട് വരുന്നു. വന്ന് എന്റെ പൊന്ന് സരു, ഇതെല്ലാം എനിക്കാണ്. അപ്പൊ നീ മോളൊന്ന് പട്ടിണിയാണ്. എനിക്ക് പാലും ഒന്നും വേണ്ട. നീ ആ കൊച്ചിനും കാച്ചി കൊടുത്ത് നീയും കുടിക്കാൻ നോക്ക്. ഏട്ടാ, ഇരിക്കുന്ന മുഴുവൻ കഴിച്ച് 1 ഗ്ലാസ് പാലും കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. നമ്മളൊക്കെയുള്ളത് നമ്മൾ കുടിച്ച് കൊച്ചിനുള്ളത് കാച്ചി വെച്ചേക്കുന്നു. അവിടെ വന്നത് കുടിച്ചാൽ മതി. വേഗാവട്ടെ, അത് മൊത്തം കഴിച്ചാണ്. ആരോഗ്യം നോക്കണ്ടേ? മോളെ, നീ വരുന്നുണ്ടോ? അച്ഛൻ പോവുക, സമയായി. ഏട്ടൻ പോവാൻ നോക്ക്. അവളിനി എപ്പോഴാണ് എണീറ്റ് ഒരുങ്ങിയൊക്കെ വരുന്നത്? അവളിഞ്ഞിപ്പോ ബസ്സിലാണ് പൊക്കോളൂ. കുഴപ്പമില്ല, ഏട്ടൻ പോവാൻ നോക്ക്. പൂടിയൊക്കെ മനസ്സിരുന്നാ മതി. ഒറ്റയ്ക്ക് പോയിട്ട് ആ വളവിലുള്ള എക്സിന് വായി നോക്കാനുണ്ട്. അനുവദിക്കില്ല ഞാൻ. അങ്ങനെ ഞാനുള്ളപ്പോ അതിന്റെ ചപ്പാടി തെറ്റിപ്പോണ്ട. ചുമ്മാ നാട്ടുകാരെ കൊണ്ടോരോന്ന് പറയിപ്പിക്കാനായിട്ടുള്ള ഓരോ പൂതികളെ. ரோஜாக்கடலே என் ராஜா மகளே என் ஆசை கனியே வாத்தனியே காதல் துணையே என் கண்ணின் மணியே என் എന്നൊരു ഉയിരേ വാരിയേ. കൊച്ചെ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടാ. ഞാൻ എന്റെ സരുവിനെ മറന്ന ഒരു നിമിഷം പോലും ചെയ്യിച്ചിട്ടില്ല. ചുമ്മാ എനിക്ക് തന്നെയാണ് സംശയം. അത് ശരിയാ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അച്ഛ എല്ലാത്തിനും മോളെ സപ്പോർട്ട് ചെയ്തേ അവസാനം ആരെങ്കിലും കൊണ്ടൊന്ന് മുന്നിൽ നിർത്തും. അച്ഛ ഇതെന്റെ കർത്താവാണെന്ന്. അപ്പൊ എന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വന്നേക്കരുത്. ഞാൻ നടന്നുവിടായില്ല. ചിലപ്പോ എന്റെ മഹാദേവനെ പോലെ ഒരു എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന് എന്റെ അച്ഛന് മുമ്പ് നിർത്തും. എനിക്ക് ഉറപ്പാ എന്റെ അച്ഛൻ സമ്മതിക്കും. എനിക്ക് ആരെ കൊണ്ടൊന്നും വേണ്ട. അമ്മയുടെ സംഭവം ആർക്ക് വേണം? സപ്പോർട്ട് ചെയ്യും. അച്ഛൻ സപ്പോർട്ട് ചെയ്യും. കേട്ടല്ല? നിങ്ങളെ മോള് പറഞ്ഞത്? സൂക്ഷിച്ചാ കൊള്ളാം കേട്ടാ. എന്റെ മോളൊരു കാര്യം ചെയ്യും. മോള് അങ്ങോട്ട് ഇറങ്ങി നിന്ന് സമാധാനത്തോടെ മഹാദേവനെ കണ്ടുപിടി. അച്ഛൻ പോയിട്ട് വരാം. സരു, ഞാൻ ഇറങ്ങാട്ടാ. എനിക്ക് സമയം താമസിച്ചു. അച്ഛൻ വന്നിട്ട് കല്യാണം നടത്തി തരാം മോളെ. അയ്യോ അച്ഛൻ ചതിക്കില്ല, ഞാനും ഉണ്ട്. എന്നെ കൂടെ കൊണ്ടുപോ. എത്ര നേരമായി നിനക്കൊന്ന് വിളിക്കുന്നത്? നീ ഓരോ കാത്തിരിക്കണ്ടോ ഇവിടെ? നിനക്കൊന്ന് ചെവിയാക്കാൻ വയ്യേ? I don't wanna smile if it ain't from you, yeah. I know we be so complicated, loving you. ഏട്ടാ, ഞാൻ ജോലി തളർന്നപ്പോ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ. തളർന്നുപോയി. തളരാൻ മാത്രം എന്ത് ജോലിയാണ് നീ ഇവിടെ ചെയ്തത്? എന്റെ അമ്മയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലിയാണ്. നീ ഒരു കുഞ്ഞെന്നും പറഞ്ഞിരിക്കണല്ല, നീ ഒന്നും ചെയ്യണില്ല ഇവിടെ. അവളാ ഒരു ക്ഷീണം. ഇത്രയ്ക്ക് ക്ഷീണിക്കാൻ മാത്രം നീ ഇവിടെ എന്ത് ചെയ്ത്? സത്യം പറയടി, അവനടി ഇവിടെ വന്നത്? ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ ആരെയും കാത്തിരുന്നിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അവളിപ്പം വലിയ പതിവ്രത വന്നേക്കുന്നു. നീ ആ തള്ളേറെ മോള് തന്നെയല്ലേ? ഒരുത്തം വന്ന് റോഡിൽ നിന്ന് കൈ കാണിച്ചപ്പോ പിറ്റേ ദിവസം അവന്റെ കൂടെ ഇറങ്ങി പോയാലേ അല്ലേടി നിന്റെ തള്ള. അപ്പൊ നീ വലിയ പതിവ്രതയൊന്നും സമയണ്ട കേട്ടാ. ദേവി വിവേകേട്ടാ, എന്നെ എന്ത് വേണോ പറഞ്ഞു. പക്ഷെ എന്റെ അച്ഛൻ എന്നെ ഒന്നും പറയരുത്. അത് ഞാൻ സഹിക്കില്ല. ചിലപ്പോ ഞാൻ ക്ഷമിച്ചെന്നും വരില്ല. നിർത്തടി, നീ എന്റെ അടുത്ത് ശബ്ദം ഉയർത്താറായ? അത്രയ്ക്കൊക്കെ നീ വളർന്നു.
നിനക്ക് ഇതിനുള്ള ശിക്ഷ ഞാൻ തന്നില്ലെങ്കിൽ ഇനി നീ ഇത് ആവർത്തിക്കും. ഇനി മേലാ നിന്റെ ശബ്ദം എന്റെ നേർക്ക് ഉയർന്നില്ലല്ലോ. വാടിവാ. ഏട്ടാ വേണ്ട വീട്, എനിക്ക് വേദന, എനിക്ക് വീട്. എന്റെ നിനക്ക് ഉയർത്തിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ ഇപ്പൊ തന്നില്ലെങ്കിൽ ഞാൻ വിവേക് ഗോപാലല്ല. നീ എന്തെന്നടി വിചാരിച്ച? നിനക്ക് അങ്ങ് കേറി പോവാന്ന. അതിനുള്ള ചാൻസ് ഞാൻ തരൂല മോളെ. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. വാടി ഇവിടെ അങ്ങോട്ട്. ഏട്ടാ വീട്, എന്റെ കുഞ്ഞി കരയുന്ന, എനിക്ക് കുഞ്ഞിനെടുത്ത് പോണേ. നാശം പിടിക്കാനായിട്ട് ഇതിന്റെ വായില് വല്ല അടിച്ച് കേട്ടിട്ടാ ഞാൻ എന്തിനാണത് മോളെ ഇതിന് മനുഷ്യനെ സമാധാനം കളയാനായിട്ട് ഓരോന്ന് പൊണ്ണുള്ളവല്ല. ചത്തു തോല മനുഷ്യന് സമാധാനം കിട്ടും. അയ്യോ കുഞ്ഞി, എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ തന്നെ സഹിച്ചത്. എന്റെ അമ്മേനും അച്ഛനും താനാ കൊന്നത്. എന്നിട്ട് ഞാൻ സഹിച്ചത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രം. പക്ഷെ ഇനി എനിക്കും എന്റെ കുഞ്ഞിനെ തന്നെ പോലെ ഒരുത്തനെ വേണ്ട. തന്നെ പോലെ ഒരുത്തനെ ആവശ്യമില്ല. ചത്ത് മണ്ണടിയടോ തനക്ക. ഇനി മേലാൽ ജാതൂന്നും പറഞ്ഞ് എന്റെ പുറകെ നിന്നും വന്നു വെച്ചേക്കില്ല. ഞാൻ കൊല്ലും, ഞാൻ തന്നെ പച്ചയ്ക്ക് കത്തിക്കും തന്നെ ഞാൻ. അരുമക്കിളി നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധിയേ, സ്നേഹമഴക്കൂടല്ലേ, മാറിലിളം ചൂടല്ലേ, കാവലിരിക്കാൻ വന്നേ അമ്മ മിഴിയേ, പാതിരകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ, ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാതെ. സാർ ഒന്ന് സഹായിക്കണം സാർ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യണം പ്ലീസ് സാർ. ഞാൻ എന്താണ് ചെയ്യാം സാർ, പ്ലീസ് സാർ. എടോ താനിങ്ങനെ പാനിക് ആവാതെ. തനിക്ക് ഹോസ്പിറ്റലിലേക്കല്ലേ പോകണ്ടേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താൻ കയറ്. താൻ ടെൻഷൻ അടിക്കാതിരി. ഓക്കെ, കൂൾ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ആ സമയത്ത് സാറ് വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. താമ കുഞ്ഞിനെ കാണിക്കാൻ എന്തായാലും ഇതുവരെ വന്നാലേ ഞാനും വരാം. താമ നടക്കും. ഡോക്ടർ, എന്റെ കുഞ്ഞ് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇങ്ങനെ പേടിക്കേണ്ട മുറിവുകളൊന്നും ഇല്ലടോ. ജസ്റ്റ് കുറച്ച് ചില്ലുകൾ കയറി പോറിയന്റെ പാടുകളൊക്കെ ഉള്ളൂ. അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മെഡിസിൻസ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്തെടുക്കണം. നിങ്ങൾ കൊണ്ടുപോകാം, കുഞ്ഞിനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. കുളിപ്പിക്കണ്ട, 2-3 ദിവസത്തേക്ക് കുളിപ്പിക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി. ഓ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ലടോ, ഇത് ഞങ്ങളുടെ കടമയല്ലേ. ശരിയെന്നാ. പുറത്ത് നല്ല മഴയാണ്. അപ്പം കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ പോണേ? ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് എവിടെയും പോകാനില്ല ഏട്ടാ. ഏട്ടൻ പൊക്കോ, ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. പിന്നെ ഒത്തിരി നന്ദിയുണ്ട്. ആ സമയത്ത് ആരും സഹായിക്കാനില്ലായിരുന്നപ്പോ ചേട്ടൻ നിർത്തി ഞങ്ങൾ ഇവിടെ വരെ എത്തിക്കാനുള്ള സന്മനസ് കാണിച്ചല്ല. അത് തന്നെ വലിയ കാര്യം. ഒത്തിരി നന്ദിയുണ്ട് ഏട്ടാ. താങ്ക് യു സർ. ഈ കാണുന്ന മെഡിസിൻസ് ആണ്, പിന്നെ ബില്ലും കൂടെ പേ ചെയ്താൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. താൻ ഇവിടെ നിന്നില്ലേ, ഞാൻ ഈ ബെല്ല് അടച്ചിട്ട് വരാം. ഏട്ടാ അത് പിന്നെ എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ?
ഏട്ടാ അത് പിന്നെ ദേ ഇത് വിറ്റ് ബില്ലടച്ചു ഏട്ടാ. അയ്യോ മോളെ ഇതൊന്നും വേണ്ട, ഇത് മോളെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. ഈ ബില്ലടയ്ക്കാനുള്ള എമൗണ്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അടച്ചോളാം. ഈ താലി എന്ന് പറയണതേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു സിമ്പലാ. അത് ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിലൊന്നും എടുക്കണ്ട. എന്നിലുണ്ട് ഇപ്പം, ഞാൻ എടുത്തോളാം. ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന തടവറയുടെ താക്കോൽ, അത് മാത്രമാണ് ഈ താലി. ഇത്രയും നാളാ തടവറയ്ക്കുള്ളിൽ ഞാൻ കിടന്നു എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, എന്റെ കുഞ്ഞ് സുരക്ഷിതനാണെന്ന് തോന്നൽ കൊണ്ട് മാത്രം. പക്ഷേ ഇനിയും ഞാൻ അതിൻ്റെ അകത്ത് കിടന്ന് തോറ്റുപോയി. എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് സ്വന്തമാക്കണം എന്റെ സ്വപ്നങ്ങളെ, എന്റെ സന്തോഷത്തെ എല്ലാം തിരിച്ചു പിടിക്കണം എനിക്ക്. ഞാനും എൻ്റെ കുഞ്ഞും നമ്മൾ രണ്ടുടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം, അത് മാത്രം മതി എനിക്ക്. അതുകൊണ്ട് അതിന് ഈ താക്കോൽ എനിക്ക് വലിച്ചെറിഞ്ഞേ പറ്റും. അത് ഇനിയും ഞാൻ സൂക്ഷിച്ച ചിലപ്പോ അതെന്നെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഏട്ടന് ഒരു കുറ്റബോധവും വേണ്ട, ഇത് വിറ്റ് ബില്ലടച്ചു. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മോളെ ബാ പോവാ, കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. ഈ മെഡിസിൻസ് ഒക്കെ ബാഗിലോട്ട് വെച്ചോ. ഒത്തിരി ദൂരം പോകാണ്ടോന്നാ, മഴയും കൂടെ. നമുക്ക് ഇറങ്ങാം. എവിടേക്ക്? ഏട്ടൻ എന്തൊക്കെയാ പറയണേ? ഞങ്ങൾ അങ്ങോട്ടുമില്ല, ഏട്ടൻ പൊക്കോ, ഞങ്ങള് പൊക്കോളാം. ഏട്ടൻ പോവാൻ നോക്കിച്ചല്ല, മഴയല്ലേ, ഇരുട്ടുന്നതിന് മുമ്പ് പോക്കോ. എന്തേ, എന്നെ വിശ്വാസമില്ലേ? ഇവിടെ വിശ്വാസത്തിന്റെ കാര്യമല്ല ഏട്ടാ, എങ്ങോട്ട് പോണോന്ന് പോലും അറിഞ്ഞാൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. അപ്പൊ ഒരാൾ നമുക്കൊരു വഴി തെളിയിച്ച് തരുമ്പോ അതിലോട്ട് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ പോകുമ്പോ നമ്മളെ കൂടെയുള്ള പ്രശ്നങ്ങള് അവരെയും കൂടെ ബാധിക്കുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. അതുകൊണ്ട് മാത്രം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് ചേട്ടനെ കൂടെ ബാധിക്കും. അതുകൊണ്ടാ, അല്ലെങ്കിൽ സന്തോഷത്തോടെ വരും ഞാൻ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആണോ? എന്നാ എനിക്കതൊരു പ്രശ്നമല്ല. മോൾ എന്നെ ഇപ്പൊ ഏട്ടാന്നല്ലേ വിളിച്ച? ഒരു ഏട്ടന്റെ കടമ അനിയത്തിയുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ നീ എന്റെ കുഞ്ഞനുജത്തി, എന്റെ ഭാര്യ നിന്റെ ചേട്ടത്തി. പ്രശ്നം തീർന്നില്ലേ? വന്നാ നോക്ക്, ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാ. അതെ, ഇത്രയും നേരമായിട്ട് എന്റെ പേര് പോലും ചോദിച്ചില്ല. എന്തേ, എന്റെ പേരൊന്നും അറിയണ്ടേ? ഞാൻ ആരാണെന്ന് പോലും അറിയണ്ടേ? ഓ അത് പിന്നെ സോറി ഏട്ടാ, ഞാൻ അത് ഓർത്തില്ല. അല്ല ഏട്ടന്റെ പേരെന്താ? വീടെവിടെയാ? എന്താ ചെയ്യുന്നേ? വീട്ടിലാരൊക്കെയുണ്ട്? വൈഫിന്റെ പേരെന്താ? ആഹാ, നല്ല ആള് തന്നെ. ചോദിച്ചതിന്റെ കടമ അങ്ങ് തീർത്ത്, എല്ലാം ഒന്നിച്ചൊറ്റ ശ്വാസത്തിൽ തീർത്തല്ലേ. അത് പിന്നെ സോറി ഏട്ടാ, പെട്ടെന്ന് ഞാൻ. ഓ ഓക്കെ ഓക്കെ, അതിനെന്തിനാ സോറി പറയണ? ഏതെങ്കിലും ചേട്ടന്മാരോട് തനിയത്തിമാര് സോറി പറഞ്ഞിട്ടുണ്ട്? ചുമ്മാ സോറി സോറി സോറി. എത്ര സോറിയായത്? പൊട്ടി. അതാണ് ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരി എപ്പോഴും മോളെ മുഖത്ത് വേണം. നമ്മളെ വേദനിപ്പിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മൗനമായിട്ടുള്ള ശിക്ഷ എന്തെന്നറിയാമോ? അത് നമ്മളെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഈ പുഞ്ചിരിയാണ്. നമ്മളെ മുഖത്ത് കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ചു നിൽക്കുമ്പോഴുള്ള അവരെ ഫീലുണ്ടല്ലോ, നമ്മൾ അവരെ മുമ്പിൽ എത്ര പടി ജയിച്ചു നിന്നാലും കിട്ടൂല. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് ഈ ചിരി എപ്പോഴും മായാതെ മുഖത്ത് വേണം.
കേട്ടോ. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിഷ്ണു, ഒരു അഡ്വക്കേറ്റാണ്. ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ജനിച്ചൊരു 10 വയസ്സൊക്കെ ആയപ്പം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഓർഫനേജിലാണ്. ഞാൻ വൈഫിൻ്റെ പേര് ആവണി. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അവരുടെ കൂടെയാണ്. ഒരു ഫാമിലിയായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞുതരാം. നമുക്ക് അങ്ങ് അറ്റം വരെ ബോറടിക്കാതെ പോകാടോ. എന്തു പറയുന്നു? നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, സമയം പോണതേ അറിയത്തില്ല. അതുകൊണ്ട് കഥയൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഒത്തിരി സംസാരിക്കുന്നവരെ ഒരുപാട് ഇഷ്ടം. പക്ഷേ ഇപ്പൊ ഞാൻ അധികം സംസാരിക്കാറില്ല. അതൊക്കെ മാറൂടോ. കാര്യം എന്നോ, എൻ്റെ വൈഫ് അത് എക്സ്ട്രോവേർട്ടിന്റെ പ്രോ വേർഷനാണ്. അതുകൊണ്ട് തന്നെ മാറിക്കോളും. എന്ന് വെച്ചാൽ ഞാനും ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത, ഒന്നിനോടും അധികം താല്പര്യമില്ലാത്ത, ഒന്ന് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്ന് അതെൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നു, അന്ന് മുതൽ ഞാൻ അടച്ചിട്ടില്ല, അടയ്ക്കാനുള്ള സമ്മതിച്ചിട്ടില്ല. സോ ഇതും മാറും, ഈ കാലവും കടന്നു പോകും. അപ്പം കഥ ആരംഭിക്കാം. ആവണിയും ഞാനും ഇന്ന് നമ്മുടെ പ്രണയവും. ഓ, അപ്പൊ കഥയ്ക്ക് പേരൊക്കെ ഉണ്ട്. അത് കൊള്ളാലോ. പിന്നെ അല്ലാതെ ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ സ്റ്റോറി. ഓക്കേ, ഞാനും ആടെ ഏട്ടനും 10th പഠിക്കുന്ന സമയം നമ്മൾ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവള് 7th ഓ, അപ്പൊ ഞാനും ചേട്ടന്റെ വൈഫൊക്കെ ഒരേ പ്രായമായിരിക്കും. നിങ്ങളൊന്നും ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഈ കഥയുടെ ഒരു ചോദ്യം ചോദിക്കുന്ന ഫോളോ ആട്ടാ. ഞാൻ നല്ല മൂഡില് കഥ പറഞ്ഞാകുമ്പോ അതിനിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നു. ഓ സോറി, ഞാൻ എക്സൈറ്റ്മെന്റ് ചോദിച്ചു. സോറി. അന്ന് ഞങ്ങളെ സ്കൂൾ ആനിവേഴ്സറി ഡേ ആയിരുന്നു. ആദ്യം ഡാൻസ്, പാട്ട് എല്ലാത്തിനും പങ്കെടുക്കും. ഒരു ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളെ ചേട്ടനുമായിട്ട് കമ്പനിയാണെങ്കിലും അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ള പരിചയമൊക്കെ എനിക്കുള്ളായിരുന്നു. അല്ലാതെ നേരിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ സ്കൂൾ ആനിവേഴ്സറി ഡേ ആയിരുന്നു. There's another look right in my eyes. My first love broke my heart for the first time, and I was like, baby, 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 oh, like baby, 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 no, like baby, 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 oh, thought you'd always be mine, mine. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. താങ്ക് യു. വിഷ്ണു എന്നല്ലേ പേര്? ഞാൻ അഭിഷേകിന്റെ സഹോദരിയാ. അറിയില്ല എന്നെ?
ആ അറിയാം, കണ്ടിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? പൈസ പോയാ പോരി. ശരിയെന്നാ. ഓക്കെ ബൈ വിച്ചു. പിയാനോ പ്ലേസില്ലേ? ഓൾ ദി ബെസ്റ്റ്. അതെ, ഞാൻ നിന്റെ ചേട്ടന്റെ കൂടെ പഠിക്കുന്നത്. സോ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം. റെസ്പെക്റ്റ് ഒക്കെ നമ്മുടെ പ്രവൃത്തിയിലല്ലേ വേണ്ടേ? പിന്നെ ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. സോ വിച്ച് മതി. അപ്പൊ പിന്നെ ശരി, ഒത്തിരി തിരക്കുണ്ട്, പിന്നെ കാണണം ആണേ. അതെന്തേരാ പോയത്? അഭി പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വായാടി. അപ്പോ അടുത്തതായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൂൾ ലീഡർ വിഷ്ണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓ, അതിനോട് സംസാരിച്ചതിന്റെ സമയം പോയതോ, പേരും വിളിച്ചു. എന്നാലും എന്റെ വിച്ചു എന്ത് ഭംഗിയായിട്ട് പിയാനോ പ്ലേ ചെയ്ത. ഇവൻ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ ഞാൻ ഇതുവരെ നേരിട്ട് കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ ഫാനായി. ഓ, താങ്ക് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പെക്ട്. നമ്മൾ തമ്മിൽ എങ്ങനെ ഒരു ഫോർമാലിറ്റി രാശിയൊന്നുമില്ല. അപ്പൊ ശരി വെച്ചു, പിന്നെ കാണാം. നിന്റെ അനിയത്തിയെടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കൂലേ അഭി? ഞാൻ നേരത്തെ അവിടെ കണ്ടപ്പോഴേ പറഞ്ഞത് അഭിച്ചു എന്ന് വിളിക്കല്. നിന്റെ ചേട്ടന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏട്ടാന്ന് വിളിക്കേ. എന്നിട്ടും അവള് പഴയ പോലെ തന്നല്ലേ. അവള് നേരത്തെ എന്നെ എന്താണ് വിളിച്ചെന്ന് കേട്ടാ, ദേ ഇവനെന്ന്. എന്നിട്ടാണ് നിന്നെ അവളെ ബഹുമാനിക്കാൻ പോണം. നീ ഒന്ന് പോയടാർക്ക, അവളിപ്പം ബഹുമാനിക്കും കേട്ടാ. വാടതണ്ടി ഞാട്ടും അവൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. രഹസ്യ കനവുകൾ ജൽ ജൽ എൻ ഇമകളെ കഴുവുത് സൊൽ സൊൽ ഇളമയിൽ ഇളമയിൽ ജിൽ ജിൽ എൻ ഇരുദയം നഴുവുത് സെൽ സെൽ ഇരകെ ഇരകെ മയിലിരകെ വണ്ണമയിലിരകെ വന്ന് തൊട് അഴകെ തൊട തൊട പൊഴുകിற സുഖം സുഖമേ കൺപട പട പൊകികളും അവിഴ്ന്നിടുമേ ഇരകെ ഇരകെ മയിലിരകെ വണ്ണമയിലിരകെ വന്ന് തൊട് അഴകെ തൊട തൊട പൊഴുകിற സുഖം സുഖമേ കൺപട പട പൊകികളും അവിഴ്ന്നിടുമേ മറുപടി ഒരു മുறை തിരന്തേനേ விரல் தொட புருவம் சிவந்தேனே இல்லாத வார்த்தைக்கும் புரிகின்ற அர்த்தம் நீ சொல்லாத இடமெங்கும் சுடுகின்ற முத்தம் நீ எனதிரவினில் கசைகிற நிலவலி நீ படர்வாய் நெருங்குவதாலே நொறுங்கி விடாத இருபது வருடம் தவறுகளே தொடுகிற நீயும் அழகிய மிருகம் இறகே இறகே மயிலிறகே வண்ணமயிலிறகே வந்து தொடு அழகே தொட தொட பொழுகிற சுகம் சுகமே கண்பட பட பொருளும் அவிழ்ந்திடுமே എടാ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിന്റെ ഫ്രണ്ടിനെ കെട്ടുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏത് ഫ്രണ്ട്? നീ ആരെയാണ് ഈ ഉദ്ദേശിക്കുന്ന? എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ ഒരു ഫ്രണ്ടിനെ നീ കെട്ടാതിരിക്കണേണ് നല്ലത്. അവന്മാര് ജീവിച്ച് പൊക്കോട്ടെന്ന്. വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണായിരിക്കും നല്ലത്. എടാ ചേട്ടാ,
ചേട്ടാന്ന് വിളിച്ച് നാക്കൊണ്ട് എന്നെ വയറൊന്നും വിളിപ്പിക്കില്ലേ. ഞാൻ സീരിയസ് ആയിട്ടാ ആലോചിച്ചെടുത്ത തീരുമാനം. ആരെന്നൊക്കെ ചോദിച്ചാ നിനക്കറിയാവുന്ന ആള് തന്നെ. എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോളെ ആദി, നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പക്ഷെ അങ്ങോട്ടേക്ക് എടുത്ത് ചാടണ്ട കേട്ടാ. ഞാൻ കണ്ണോട്ടനൊന്നും അല്ല, ഒരു കുറച്ചുകളായിട്ട് ഞാൻ കാണുന്നുണ്ട് പലത്, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ഒരു പാവമാണ്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അവന്. നീ അതിൻ്റെ ഇടയിൽ നീയും കൂടെ അവന് പണി കൊടുക്കണ്ട കേട്ടാ. നിന്നെ പോലെ ഒരു വലിയ മരണത്തിനെടുത്ത് തലയിൽ വെക്കാനുള്ള ദൗർഭാഗ്യമൊന്നും അവനില്ല കേട്ടാ. അങ്ങനെ അല്ല ചേട്ടാ. ഞാൻ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് അവനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്ത തീരുമാനമായത്. ഏട്ടാ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ എനിക്ക് അവനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല, അവന്റെ കൂടെ എപ്പോഴും എനിക്ക് വേണമെന്ന്. അപ്പം ഞാൻ അവനെ ഒറ്റപ്പെടുത്താൻ നോക്കിക്കോളാം. ഏട്ടാ ഒരു തരത്തിൽ വിഷമിക്കണ്ട. അവന് ഒരു തരത്തിലുള്ള വിഷമം ഞാനായിട്ട് വരുത്തൂല. ഇപ്പോഴൊന്നും വേണ്ട. അവന്റെ സ്വപ്നങ്ങളൊക്കെ സ്വന്തമാക്കിയതിന് ശേഷം മതി. അവനെനിക്ക് ഇഷ്ടമായിട്ടാ, ഇഷ്ടമല്ല, സഹതാപമല്ല. സത്യം പറഞ്ഞ അവനിലെ ഓരോ പ്രവൃത്തി എനിക്കിഷ്ടം. അവനൊന്ന് ഒറ്റപ്പെടണമെന്ന് തോന്നൽ ഒരിക്കലും ഞാൻ ഉണ്ടാക്കൂല. അവന്റെ കൂടെ എപ്പോഴും വേണം. അവന്റെ ദുഃഖത്തിനും സന്തോഷത്തിനും കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏട്ടൻ പറയും പോലെ അവന്റെ ജീവിതം നശിപ്പിക്കാനൊന്നുമല്ല. എനിക്കറിയാം അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ആരുമില്ലെന്ന് അവന്റെ തോന്നലാണ്. ഞാൻ ചേട്ടന് പ്രോമിസ് തരാം, ഞാൻ അവന്റെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ആരുമില്ലെന്ന് തോന്നലാണ് ഞാൻ ഉണ്ടാക്കൂല. പ്ലീസ് ഏട്ടാ ഒന്ന് കൂടുന്നില്ലേ. ഏട്ടൻ അറിയാലോ നീ കൂടെ ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല. നീ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. ഞാൻ സ്വന്തമായിക്കോളാം അവന്, എന്റെ മാത്രം ആക്കിക്കോളാം. ആരുമില്ലെന്ന് തോന്നലേ വരത്തില്ല. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും നിന്നെ എല്ലാം അവനെ കെട്ടുവാനെങ്കിലുള്ള പ്ലീസ് ഡാ ഒന്ന് കൂടുന്നില്ലടാ. ഒത്തിരി ഇഷ്ടമായിപ്പോയോണ്ടാ. ആദി, നീ സീരിയസ് ആയിട്ടാണ്? എനിക്ക് അവൻ എന്നെ അളിയനായിട്ട് വരുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവന് നമ്മളെ കുടുംബത്തിലൊരു സ്ഥാനം കൊടുക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അവനെ ഫോഴ്സ് ചെയ്യില്ല. നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കത്തുമില്ല. പക്ഷെ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും, അതുപോലെ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് അച്ഛനും അമ്മയുടെ അടുത്ത് നീ ഒന്ന് സംസാരിച്ചു നോക്കണം. എന്നുവെച്ചാ അവന് നീ ഒരു ആഗ്രഹം കൊടുത്തിട്ട് നമ്മൾ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അത് ഒത്തിരി അവൻ സങ്കടപ്പെടുന്നതാണ്. എന്നെ കൊണ്ട് പറ്റില്ല. എന്തു പറയുന്നു? നീ അതിന് നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ സംസാരിക്കാം. ഇപ്പൊ തന്നെ ചോദിച്ചവൻ അച്ഛനമ്മ ചായ കുടിക്കും. ഓടി ഓടി ഇപ്പൊ തന്നെ ചോദിച്ചവൻ. പിന്നെ അല്ല. ഇവള് ഇടി പയ്യ ഓടടി. രണ്ടെണ്ണോടെ ഗാർഡനിൽ ഇരുന്ന് സല്ലപിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ എത്ര നേരം കൊണ്ട് കിടന്ന് തപ്പണമെന്നറിയാമോ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ നോക്കുമ്പോ രണ്ടെണ്ണത്തിനെയും കാണൂല. ഈ പ്രായത്തിലാണ് റൊമാൻറ്റിക്കേഷൻ. എന്താടി കൊച്ചേ, നീ എന്തോന്ന് നീ കയറും പൊട്ടിച്ചോണ്ട് ഓടുന്ന? എന്ത് ഈ പ്രായത്തിനൊരു കുഴപ്പം? എടി മോളെ ആദി, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മളെ നല്ല പ്രായം തൊട്ടേ പ്രേമിച്ചു തുടങ്ങിയതാ. ഇനിയും നമ്മൾ മരണം വരെ ഈ പ്രണയം തുടരും. അല്ല നീ ഒന്നിനെ തപ്പി നടന്നിട്ട് നിനക്ക് ഒന്നിനെയും കിട്ടാൻ പോകുന്നില്ല. അതെ, അധികം അങ്ങോട്ട് മൂപ്പിക്കേണ്ട രണ്ടും കൂടെ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ വന്നത്. ദേ കൊച്ചെ, വല്ല ഡ്രസ്സിന്റെ കാര്യം ഐസ്ക്രീമിന്റെ കാര്യമാണെങ്കിൽ നീ ഇന്ന് എന്റെ നല്ലത് വാങ്ങിക്കൊണ്ടേ പോവുള്ളൂ. ഒരു റൂം നിറച്ച് ഡ്രസ്സാണ്. അതും പോരാഞ്ഞിട്ട് വീട്ടിൽ എവിടെ നോക്കിയാലും അവളുടെ ഡ്രസ്സ് എവിടെ കിട്ടുന്നോ അവിടെ ഊരിയേറി. ഇനി നിനക്കൊരു ഡ്രസ്സും ഞാൻ വാങ്ങി തരില്ല. പിന്നെ ഐസ്ക്രീമിന്റെ കാര്യം, ഈ 2 ദിവസമായതേ ഉള്ളൂ നിന്റെ കോൾഡ് പനി ഒന്ന് കുറഞ്ഞിട്ട്. അപ്പോഴേക്കാണ് അവൾ ഐസ്ക്രീം. എന്റെ പൊന്നമ്മ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്. എന്തെങ്കിലും പറയാൻ വരുന്നതിന് മുമ്പ് അതിനുള്ള എല്ലാം തീരുമാനിക്കും. അമ്മ ഒരു കാര്യം അതല്ല, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നേനമ്മ.
ഒന്ന് കേക്ക് അച്ഛാ, ഒന്ന് പറ. അതെ അമ്മ, അവള് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കേക്ക്. കുറച്ച് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട വിഷയമാണ്. പറയണേക്കവള്. എന്താ എന്റെ കുട്ടിക്ക് പറയാനുള്ള ഫദ്രെ, നീ ഒന്ന് അടങ്ങിയിരുന്നാണ് മോൾ എന്തിരുന്ന് വെച്ചാൽ പറയിട്ട്. അവള് പറയണ എന്തിരുന്ന ആദ്യം കേക്ക്. ആ ശരി. നീ രണ്ടും കൂടെ എന്നെ കൊല്ലണ്ട. എന്താ മൂക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാണ് കേക്കട്ടെ. എന്തിനാണ് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും? അച്ഛാ അമ്മ, എനിക്കൊരാളെ ഇഷ്ടം. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഏട്ടനാ പറഞ്ഞ. അച്ഛനും അമ്മയടുത്തും ചോദ്യം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പൊ എനിക്കും തോന്നി ഏട്ടൻ പറയുന്നത് ശരിയാണ്. അവൻ ഒത്തിരി സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാ. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവന്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം കൊടുത്തിട്ട് അച്ഛനും അമ്മയും അതിനെതിരെ നിന്ന് പിന്നെ എങ്ങനെ അവൻ ഇത്തുകൂടെ സങ്കടമാവുകയല്ലോ. അതാ ഞാൻ വിചാരിച്ച് ചേട്ടൻ പറഞ്ഞാൽ ശരിയെന്ന്. അച്ഛനും അമ്മ എന്തൊരു പറയുന്നു? ദേ കൊച്ചേ, നീ എന്റെ നിന്ന് മേടിക്കും കേട്ടാ. നിനക്ക് എത്ര വയസ്സായി? നീ എത്ര പഠിക്കുന്ന? വലിയ കാര്യം പറയാൻ വന്നേക്കുന്നു. മര്യാദയ്ക്ക് പോയത് രണ്ടക്ഷരം പഠി വെച്ചേ. എടാ അവള് പറയട്ടെ, അവള് പറഞ്ഞു തീരട്ടെ. ആദി മോളെ നീ വന്നേ, എവിടെയാണ് ഇനി പറ. ആരാ ആള്? മോൾ ആരെ കാര്യമായി പറയണേ? ഓ, ഞാൻ ഒന്നും മിണ്ടണില്ലേ? അച്ഛൻ സപ്പോർട്ട് ചെയ്തോട്. സപ്പോർട്ട് ചെയ്തതിന്റെ ഓണമാണ് ഓരോന്നൊന്നും മോള് പറയുന്ന. 4 തല്ല് കൊടുത്ത് വിടാത്തതിന്റെ കുറവ്. പഠിക്കാനുള്ള സമയത്ത് ഓരോന്ന് വരുന്നില്ല. ഇടത്താൻ പിണങ്ങാതെ ഇവിടെ വന്നിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ഈ ജനറേഷനിൽ എത്ര മക്കളുണ്ടോ? അച്ഛ അമ്മ, എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്, അവനെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കേൾക്കണം. നാളെ ഒരു കാലത്ത് അവന് ആ ഒരു കാര്യം കൊണ്ട് വിഷമം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് പാരൻസിന്റെ അടുത്തൊന്ന് ചോദിക്കുന്ന മക്കള് കാണില്ലടോ. ആ സൈഡ് വെച്ച് നോക്കി നമ്മൾ ഭാഗ്യവന്മാരായ അച്ഛനും അമ്മയാണ്. ഓർത്തു നോക്ക്, ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ ഇറങ്ങി അവരെ ജീവിതം തേടി പോയാൽ താൻ ക്ഷമിക്കോ? താൻ പൊറുക്കോ? തന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? അത് ഇല്ല. പക്ഷെ നമ്മളെ മോള് നമ്മക്ക് വേണ്ടിയും കൂടെ ചിന്തിച്ച് അവൻ വിഷമിക്കുന്നതിന്റെ കൂടെ നമുക്കും അതൊരു വിഷമാവൂലെന്ന് ചിന്തിച്ചിട്ടല്ലേ നമ്മളെ മോള്, നമ്മളെ മക്കള്. അവളെ ചേട്ട അവക്ക് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങനെ ഒരു കാര്യം. അപ്പൊ നമ്മൾ അതിനെ എത്രമാത്രം ആ ഒരു ചോദ്യത്തിനെ റെസ്പെക്ട് ചെയ്യണം. താന്ന് ആലോചിച്ച് നോക്കിയേ. ആ കാര്യത്തിൽ നമ്മൾ രണ്ടും ലക്കിയാടോ. ഇനി എന്റെ മോള് പറ, ഏതാ ചെറുക്കൻ? നമുക്ക് അറിയാവുന്ന ആളെ തന്നെ. നമുക്ക് അറിയാമോ അവനെ? അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാവുന്ന ചെറുക്കൻ തന്നെ. ഞാൻ പഠിച്ചോളാം. അമ്മ പറഞ്ഞില്ലേ പഠിക്കാനുള്ള സമയത്തൊന്നും. ഞാൻ പഠിച്ചോളാം, നന്നായിട്ട് പഠിച്ചോളാം. പക്ഷെ എന്റെ ഇഷ്ടം അത് അവനെ അറിയിക്കണം. അതിനെനിക്ക് ആദ്യം നിങ്ങളുടെ അഭിപ്രായം അറിയണം. ഞാൻ എന്റെ ഇഷ്ടം അവൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ ഒരു സമയത്ത് അതിന്റെ പേര് അവൻ സങ്കടപ്പെടുന്നതാണ് എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് ആ ഇഷ്ടം എന്റെ മനസ്സിൽ തീരും. എന്നിലൂടെയോ മറ്റാരിലൂടെയോ അവൻ അറിയില്ല. പക്ഷേ അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. ദേ കൊച്ചേ, മര്യാദയ്ക്ക് ആരാണെന്ന് പറഞ്ഞു മനുഷ്യനെ തീ കണലിൽ നിർത്താൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആരടുത്തൊന്നും പറയില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ട് വന്നോളൂ. അമ്മ അവള് പറഞ്ഞിരുന്നത് നമ്മളെ വിച്ചുവിനെ പറ്റിയ. അവക്ക് നമ്മളെ വിച്ചുവിനെ അങ്ങ് ഇഷ്ടമാണെന്ന്. അവള് നോക്കിയോളാന്നാ പറയണേ. ദേ പെണ്ണെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നു. ആ കൊച്ചു ചെറുക്കന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് പെണ്ണ് ഇറങ്ങിയേക്കാണ്. വലിയ കുഴപ്പം തന്നെയല്ലേ ഉണ്ടേ എനക്ക്? വരുന്ന മടിയുണ്ടേ അങ്ങോട്ട് നോക്കിയച്ച. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇവനും അത് തന്നെ പറഞ്ഞു. ഇപ്പൊ നോക്കി അമ്മയും അതേപോലെ. അത്രയ്ക്ക് മോശം. സത്യമായിട്ടും എനിക്ക് അവനെ ഇഷ്ടമായിട്ടാ. എത്ര നാളായെന്നറിയാമോ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കണം അവനെ. പ്ലീസ് അച്ഛ, ഒന്ന് പറ അമ്മയടുത്ത്. അച്ഛൻ ഇഷ്ടല്ലേ? സത്യം പറ, അച്ഛൻ ഇഷ്ടല്ലേ വിച്ചുവിന്? പ്ലീസ് ഒന്ന് സമ്മതിര്. മനുഷ്യ പിന്നാരെ മോളെ വാക്കും കിട്ടോണ്ട് എന്റെ അടുത്ത് വന്നാന്നല്ല. എന്റെ കൊച്ചിന് ഇത്തിരി സമാധാനമുണ്ട്. അത് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് മോള്. വേറെ ആരെയും കിട്ടിയില്ല. ഓ, എന്റെ കൊച്ചിന് മാത്രമേ കിട്ടുള്ളൂ. ഇനി എന്റെ കുഞ്ഞിന്റെ 7 ലോകത്ത് നിന്നെ കാണരുത്. നിന്റെ മുട്ടേനെ തല്ലി പിടിക്കാൻ നോക്കൂ. എന്തോന്നമ്മ, അവള് സീരിയസാ. എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ തമാശ എന്ന കരുതി. പക്ഷെ അല്ല, ആള് സീരിയസാ. അവള് സീരിയസ് ആണെങ്കിൽ നല്ലതല്ലേ അമ്മ?
അമ്മക്കറിഞ്ഞൂടെ നമ്മളെ വിച്ചുവിന് എന്തായാലും അവളെ പൊന്നു പോലെ നോക്കിയോളൂ. അച്ഛൻ എന്തിനു പറയുന്നു? ഇതിലൊരു ആലോചനയുടെ ആവശ്യമില്ലടാ. വിച്ചു അവൻ നല്ലവനാ, നല്ലൊരു ചെറുക്കനാ. മറ്റാരെങ്കിലും കാര്യം ഇപ്പൊ അവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതൊന്നും ആലോചിച്ചത്. പക്ഷെ ഇതിൽ അതിന്റെ ആലോചനയുടെ ആവശ്യമില്ല. അവന്റെ കൂടെ അവള് സന്തോഷവതിയായിരിക്കും. ഒരിക്കൽ പോലും അവളെ കണ്ണീർ നിർത്തുള്ളി കണ്ണീരവൻ വരുത്തില്ല. അവൻ നമുക്ക് നല്ല മോനുമായിരിക്കും. എനിക്കറിയാം അവൻ ഒരിക്കലും അവന്റെ പരിധി വിടൂല. ഇപ്പൊ തന്നെ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഉറപ്പുണ്ട് അവ അതിന് സമ്മതിക്കില്ലെന്ന്. അല്ല, തന്റെ അഭിപ്രായം എന്താണോ? മോള് സീരിയസ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിലിപ്പോ ഞാൻ തോന്നുന്നു പറയണ അവള് കാരണം എന്റെ കൊച്ചു സങ്കടപ്പെടരുത്. എനിക്ക് അത്രേ പറയാനുള്ള അച്ഛൻ്റെ അടുത്തും മോൻ്റെ അടുത്തും. എന്റെ കുഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ളതാ. ഇനിയും സങ്കടപ്പെടുത്താനായിട്ട് അവളൊരു കാരണമാവരുത്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്റെ കൊച്ചിന് എന്റെ മോനായിട്ട് സ്ഥിരം കിട്ടുമെങ്കിൽ എനിക്ക് അതിലും വലിയതൊന്നും കിട്ടാനില്ല. അല്ല, അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾ ആരാണ്? അല്ല, എനിക്ക് അറിഞ്ഞോളത്തോണ്ട് ചോദിക്കുന്നു. പുതിയ മോനെയൊക്കെ കിട്ടുമ്പോ ഇനി നമ്മളെ വേണ്ടതാവൂ. ഞാനും നിങ്ങളെ മോളാണ് തള്ളേ. ഇത് ചെറുക്കാൻ നീണ്ടെന്ന് മേടിക്കും കേട്ടാ. തള്ളേന്ന് വിളിക്കലെന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും അതേ വിളിക്കോളൂ. നീ ഒരു കാര്യം ചേച്ചിയെന്ന് ഇപ്പൊ മോയിക്കൊണ്ട് പോയ സാധനത്തിന്റെ അടുത്തുന്ന കാര്യം പറ. അല്ലെങ്കിൽ ഇന്ന് ഈ വീട് മുളത്തി വെക്കും പെണ്ണ്. ഓക്കെ, എന്നെ പറഞ്ഞോട്ടിട്ട് രണ്ടും കൂടെ റൊമാൻറ്റിക്കാനുള്ള ശ്രമമല്ലേ? നടക്കട്ടെ, ഞാൻ പോണം. ആദി 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 കഥവടച്ച് കരയണാദി. ആദി കരയുവാന്നോ? നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കടി കുണ്ടള പുഴു, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നിന്നെ. ഓ, കരഞ്ഞ് കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നിന്നെ കാണാൻ. ഇപ്പം വിച്ചു വേണ്ട, സത്യം പറഞ്ഞ കണ്ടു പേടിക്കും. ട്രോക്കുള മര്യാദക്കിരുന്നോ? എന്നെ ചൊറിയാൻ പറയില്ല, ചൊറിയാൻ പോഴും കേട്ടല്ല. ഒന്നാമത് എന്റെ മൊത്തത്തിൽ അളവിരിക്കുകയാണ്. എനിക്ക് എല്ലാം കൂടെ പോയി പൊളിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ വല്ലതെടുത്ത് തലക്കടിച്ചിരുന്നേ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരുന്ന് കരയടി. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞ് മുഖമൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടാ. അവൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങി കോളേജിൽ പോയി അവിടെ പഠിച്ച് അറിയാല. അവന് വക്കീലാവാനാണ് ഇഷ്ടം. അവൻ പോയാൽ പിന്നെ അവന്റെ പഠിത്തം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുള്ളൂ. അപ്പൊ അവിടെ വെച്ച് ഏതെങ്കിലും നല്ല പെൺപിള്ളേര്, നല്ല അടക്കോ ഒതുക്കോ ഉള്ള പെൺകൊച്ച് അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ സെറ്റായി അവർ കല്യാണം കഴിച്ച് അവന്റെ കൊച്ചിനെയും കൊണ്ട് അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നു. നിനക്ക് കാണാം. എങ്ങനെ? കുഴപ്പമില്ലല്ലോ. അപ്പം നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോടി. നീ അടുത്ത് പറയണ്ട, നീ ഇങ്ങനെ ഇരുന്നോ. അച്ഛനും അമ്മയെ സമ്മതിക്കാൻ എന്തോന്നും പറഞ്ഞു കേട്ടാ പറയണ. ഏട്ടനല്ലേ പറഞ്ഞാണ് സങ്കടപ്പെടുത്തലെന്ന്. എന്നിട്ടിപ്പോ ഏട്ടൻ തന്നെ ഇതൊക്കെ പറഞ്ഞ ഞാൻ എന്തൊരു ചെയ്യാനായിട്ടാണ്? ഒരു പൊട്ടിക്കാളി അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചപ്പോഴേ നീ അവൻ്റെ അടുത്ത് പറയാനുള്ളത് നോക്ക്. അവളിരുന്ന് മോങ്ങുന്നു. സമ്മതിച്ച എപ്പോഴും ഞാൻ ഒന്നും അറിഞ്ഞില്ല. എനിക്ക് വയ്യ. നാളെ തന്നെ അവൻ്റെ അടുത്ത് പറയണം. പിന്നെ ഞാൻ തന്നെ നിന്റെ ചേട്ടൻ എന്നും പറഞ്ഞ് നടക്കുന്ന. പിന്നെ ഒരു കാര്യം ആദ്യം, നീ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. അവൻ യെസ് പറയുന്നത് നീ പ്രതീക്ഷിക്കേ വേണ്ട. നോ എന്ന മറുപടി മാത്രം പ്രതീക്ഷിച്ച് നീ പറഞ്ഞാൽ മതി. പക്ഷേ നിന്റെ ഇഷ്ടം അവ അറിയണം. അതായിരിക്കണം നമ്മളെ ഒരു കാരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇതൊട്ട് പ്രതീക്ഷിച്ചല്ല അച്ഛനും അമ്മയും സമ്മതിക്കുന്നു. അച്ഛൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു കേട്ടോ. എനിക്കറിയാം അവൻ നോന്നേ പറയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ ഇഷ്ടം അവനെ അറിയിക്കണം. അത്രേ ഉള്ളൂ. എങ്കിൽ എന്നെ മോള് പോയി മുഖമൊക്കെ കഴുകിയിട്ട് നാത്തുക്കള് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഉറക്കം കളയണ്ട, അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ല. അതിനിടയ്ക്ക് കണ്ണിൽ കറുപ്പും കൂടെ പൊട്ടിയല്ലേ പിന്നെ ഒന്നിനും കൊള്ളൂലടി. പോടാ തെണ്ടി ചേട്ടാ. അവളുടെ മോട് മൊത്തം കളയും. ഒരു മിനിറ്റ്, എനിക്ക് കാര്യം പറയാനുണ്ട്.
എന്താടോ, എന്താ കാര്യം? അബീനെ കാണാൻ വന്നേനാ? അവ സ്റ്റാഫ് റൂമിലോട്ട് പോയി. എന്തെങ്കിലും പറയാനുണ്ടോ? നീ പറയാം. അതെ, എനിക്ക് അബീനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയേണ്ടത് വിച്ചുവിൻ്റെ അടുത്താണ്. അപ്പൊ ഞാൻ പറയണത് കേൾക്കേണ്ടത് വിച്ചുവാണ്, അതിന് മറുപടി വരേണ്ടത് വിച്ചുവാണ്. ഞാൻ വളച്ചു തന്നിട്ടുണ്ട്, എനിക്ക് വലിയ വലിച്ചു നീട്ടാണെന്ന് പറഞ്ഞൂടെ. എനിക്ക് വിച്ചുവിനെ ഇഷ്ടമാണ്. അതിന് മറുപടി ഇപ്പൊ തന്നാലും കൊള്ളാം, പിന്നെ തന്നാലും കൊള്ളാം. എന്ത് പറയുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? അവിടെ തായത് എന്തൊക്കെയാ പറഞ്ഞു തരണ? എടോ, ഇതൊക്കെ തന്റെ പ്രായത്തിന്റെ കുഴപ്പങ്ങളാ. ഈ പ്രായം അങ്ങനെയാ. നമുക്കൊരാളെ കാണുമ്പോ ഒരു അട്രാക്ഷൻ ആവും, അല്ലാതെ ഇഷ്ടവും പ്രണയമൊന്നും അല്ല ഇത്. താൻ അത് മനസ്സിലാക്ക്. ഞാൻ തന്റെ ചേട്ടൻ്റെ കൂടെ പഠിക്കുന്നതല്ലേ, തന്റെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ. താൻ എന്നെ അതേപോലല്ലേ കാണാനല്ല. ഞാൻ ഇതുവരെ തന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടുകൂടിയില്ല. താൻ ഇത് എന്തൊക്കെയാ പറഞ്ഞു തരണ? എന്റെ പൊന്നു വിച്ചു, നമ്മൾ പ്ലജ് ചെല്ലുമ്പോൾ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് എല്ലാ ആൺപിള്ളേരും നമുക്ക് സഹോദരന്മാരായിരിക്കും? അല്ലല്ലോ. നമുക്ക് അതിൽ നിന്നൊരു ജീവിത പങ്കാളിനെ കണ്ടെത്തണ്ടേ? ഞാൻ എന്റെ ജീവിത പങ്കാളിനെ കണ്ടെത്തി വിച്ചുകൊണ്ടാണ്. തന്നെ എന്റെ ബ്രദറായിട്ട് കാണുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം എന്റെ കൊച്ചുങ്ങൾ അച്ഛനായിട്ട് കാണുന്നത്. പിന്നെ അബി, അവ എന്റെ സഹോദരനാണ്, എന്റെ സ്വന്തം രക്തം. കേട്ടാ? അതുകൊണ്ട് അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ തന്നെ എനിക്ക് അവൻ്റെ അടുത്തൊരു ഫീലിംഗ് തോന്നില്ല. അവൻ എന്റെ ടൈപ്പ് അല്ല. എന്റെ ടൈപ്പ് വിച്ചുവാണ്. പിന്നെ പ്രായത്തിൻ്റെത് ചിലപ്പം പ്രായത്തിൻ്റെതെന്ന് പക്വത കുറവെന്നും പറഞ്ഞ് ശരിയായിരിക്കാം. പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനോട് മറുപടിക്ക് വേണ്ടിയിട്ടല്ല, ഇത് വിച്ചു അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തിരിച്ചു വരും, എന്റെ ഈ ഫീലിങ്സ് ആയിട്ട് തിരിച്ചു വരും. കുറച്ചാൾ കഴിഞ്ഞ് ഒരു 2 വർഷം 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരും. കേട്ടാ? അത് വരാ ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചോണം. എനിക്കറിയാൻ കൊടുക്കൂലെന്ന്. അപ്പൊ ശരിയാണ്. ബൈ, ലവ് യു. ഏട്ടാ, ഞാൻ പോണേ. അവളോടെ കൊച്ചിന്റെ അച്ഛനും. പൊട്ട, നീ എവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നവിടെ കിഴങ്ങാ. നിന്റെ അനിയത്തെ എന്തൊക്കെ കൂടെ കാണിക്കുന്നത് നീ വല്ല അറിയുന്നുണ്ടോ? അവൻ ചേട്ടനും പറഞ്ഞ് നടക്കേന്ന്. എന്റെ ചെവി. എടാ, നീ എന്തോന്ന് ഒന്ന് പയ്യ ഒരു മയത്തിടെ കലറടാ. അബി, നീ മിണ്ടായിരുന്നോളാം കേട്ടല്ല. എന്തേലും നടന്നു പോലും. നീ നിന്റെ അനിയത്തിയുടെ കാര്യം വല്ല അറിയുന്നുണ്ടാടാ? അല്ല, നീ അവളെ കുറിച്ച് വല്ല തിരക്കുന്നുണ്ടാ? അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണെന്ന് നിനക്ക് അറിയാമോ? എടാ, ഇതിനു വേണ്ടിട്ട് അവിടെ എന്തിനു സംഭവിച്ച്? അവൾ എന്തിനു കാണിച്ചെന്നാണ് നീ പറയണ? എന്റെ അബി, ഞാൻ എല്ലാം കൂടെ ഒന്നാ പൊളിഞ്ഞിരിക്കേട്ടാ. നിന്റെ അനിയത്തിയില്ലേ, അവൾ ഇന്ന് വന്നിട്ട് എന്റെ അടുത്ത് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കുന്നു. നിന്റെ കൂട്ടുകാരനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കുന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നീ ഒന്നും അറിയണ്ടടാ. നീ എങ്ങനെ വായി നോക്കി നാടാ. അതായിരുന്നു. അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അവള് വന്ന് നിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഞാൻ തിരിയാനടാ. ഓരോരുത്തരും ഇഷ്ടം ഓരോരോ ഇഷ്ടത്തിനല്ലേ. അത്രേ ഉള്ളാന്നാ? നീ എത്ര എളുപ്പത്തിലടാ അത് പറഞ്ഞ്? എടാ, നിന്റെ അനിയത്തി ഒരു തെറ്റിയുമ്പോ നീ അല്ലേ പറഞ്ഞ് തിരുത്താനുള്ള? നീ എന്താണ് ഇത്ര സില്ലി ആയിട്ട് കാണുന്ന? അവരൊരു ഇഷ്ടം തന്നെ, പക്ഷെ അവളെ പ്രായം നീ ആലോചിച്ച് നോക്കത്തുണ്ട്? അല്ലെങ്കിൽ അങ്കിളിന്റെ ആന്റിയുടെ കാര്യം നീ ഒന്നും ആലോചിക്കാത്തത്? ഇതാ, അവളൊരു തെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവളെ വഴക്കുറേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോ അവളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവൾ ചൂസ് ചെയ്തില്ലേ. അതിലെനിക്ക് അവളുടെ അടുത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. പിന്നെ നമ്മളെല്ലാവരും സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് നിന്റെ അടുത്ത് വന്ന് അവളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. സോ നീ ഞങ്ങളെ കാര്യം ഓർത്ത് നീ അതിന് വേറെ കുരുക്കളൊന്നും ഇടാൻ നോക്കണ്ട. നീ നിന്റെ മനസ്സിലുള്ള മാത്രം അവൾക്ക് പറഞ്ഞാൽ മതി. അതും ഇപ്പം വേണ്ട, എപ്പോഴാണോ അവൾ വന്ന് ചോദിക്കുന്നത് അപ്പം മതി. അവൾക്കൊന്ന് നോക്കാമല്ലോ നമുക്ക്, വർഷം കഴിയുന്നതിനനുസരിച്ച് കൂടുകയോ കുറയോന്ന്. അല്ല, നിന്റെ കൊച്ചെന്ന് പറഞ്ഞിട്ട് നീ കരയിച്ചിട്ടാടാ അവളെ. അപ്പൊ അവൾ അങ്കിളിന്റെ അടുത്തും ആന്റിയുടെ അടുത്തൊക്കെ പറഞ്ഞ? ഇവക്ക് എന്താടാ. നിന്റെ അനിയത്തിനല്ലേ കരഞ്ഞു തന്നെ പോയത്, ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും ഒരുപോലെ അല്ലേ, അവളെ സഹോദരനല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടെ എന്ത് പറയാ, നമ്മളെ പ്ലജിൽ ഓൾ ഇന്ത്യൻസ് ആണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ജീവിത പങ്കാളിയായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കണ്ടേന്ന്.
അതേടാ പോട്ടാ, അവൾ എൻ്റെ അടുത്താണ് ആദ്യം വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് സംസാരിച്ച് അവരെ സമ്മതം വാങ്ങിയിട്ടാണ് നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറയണത്, നിനക്ക് അവളുടെ അടുത്തൊരു ഫീലിങ്സ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇനി അവളിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നീ മാറ്റി വയ്ക്കണ്ട, ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. അതുകൊണ്ട് മാത്രം. ഓ, നീ പറഞ്ഞ അത് ശരിയാ. അവൾ അങ്ങനെയൊന്നും തോറ്റ് തരൂല മോനെ, നീ കുറച്ച് വെള്ളം കുടിക്കി. അവള് പഠിക്കല്ലേ, അവള് പഠിക്കട്ട്. ഇപ്പൊ ഒന്നുമില്ല, അവള് പഠിത്തം തുടങ്ങിയതേ ഉള്ളൂ. പഠിക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. നീ ഇപ്പം വാ, പോവാ. എന്നാലും ഞാൻ കിടന്ന എൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? നീ കണ്ണുകൊണ്ട് നോക്കിയാ മതിയടാ. അതും അങ്കിളും ആന്റി എന്ന് പറഞ്ഞ് നോക്കണ്ട, അമ്മായിച്ചനും അമ്മയും കണ്ടു നോക്കിയാൽ മതി കേട്ടാ. എന്നാ അളിയാന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പോണ കോപ്പ അവിടെ നിന്ന് നീറ്റ് അവൻ്റെ ഒരു അളിയ വന്നേക്കുന്നു. അത് കണക്കെന്നാ മോനെ, കാത്തിരുന്നോ. എന്നിട്ട് എന്തായി? അല്ല, ആദ്യം പിന്നെ വന്നായിരുന്ന ഏട്ടൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നാണ് പറഞ്ഞായിരുന്ന? അതേ ഏട്ടൻ പോയി അങ്ങോട്ട് പറഞ്ഞ? വേഗം പറ, അതിനിടയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക് ഇട്ടാ? ബാക്കി കഥ ഒരു ടീ ബ്രേക്കിന് ശേഷം ഞാൻ പോയി ഇതാ കടയിൽ നിന്ന് 2 ചായ വാങ്ങിക്കൊണ്ടുവരാം. മോള് കുഞ്ഞിന് പാലോട് കുറച്ച് നേരം ആയില്ലേ, ഇത്രയും ദൂരം നമ്മൾ വന്നില്ലേ, അതിന് വിശക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിശന്തി ഉറക്കണ്ട, അങ്ങനെ കൊണ്ട് ചെന്നാൽ എന്നെ കൊല്ലും അവിടെ ഉള്ളത്. അതുകൊണ്ട് മോള് കുഞ്ഞിന് പാലോട് ഞാൻ പോയി ചായ വാങ്ങി എന്തെങ്കിലും കഴിക്കാനും കൂടെ വാങ്ങിക്കൊണ്ടുവരാം. എനിക്കൊരു ചായ മാത്രം മതി ഏട്ടാ, വേറെ ഒന്നും വേണ്ട. കൊച്ചേ, എൻ്റെ നീ വാങ്ങും കേട്ടാ. ഇത്രയും നേരം നല്ല ഇൻട്രസ്റ്റിലും നല്ല ആക്റ്റീവായിട്ട് ഇരുന്ന ആളാണല്ലോ. കഥ കേൾക്കാൻ മാത്രമേ ആക്റ്റീവായിട്ടുള്ള. ഞാൻ പോയി വല്ലതും വാങ്ങി ചായ വാങ്ങിക്കൊണ്ടുവരാം. നമ്മൾ കുഞ്ഞിന് പാലോട്. അമ്മേനെ കണ്ടെ ഉറക്കൊക്കെ തീർന്ന? അമ്മയുടെ കുഞ്ഞിന് വിശക്കണില്ലേ? ഒന്നും വേണ്ടേ? ഈ ഡെപ്പിലൊന്നും ഇടണ്ടേ? അമ്മ മാമൻ തരാട്ടോ, പാല് വെച്ചുണ്ടാട്ടോ. എന്റെ കുഞ്ഞ് പാല് വെച്ചു. കണ്ണാ, നീ കണ്ടായിരുന്നോ? നമുക്ക് പുതിയൊരു അങ്കിളിനെ കിട്ടി. എന്റെ കണ്ണന് ഒരു മാമനെ കിട്ടി. കുഞ്ഞിന് സന്തോഷായോ? ഒക്കെ വന്നാടാ, ഒന്നിക്കോട്ടാ, പാടിച്ചു നമുക്ക്. എന്നാ പിന്നെ നമുക്ക് പോവാം. നീ വേറൊന്നും വേണ്ടല്ല? എനിക്കിനി ഒന്നും വേണ്ട ഏട്ടൻ, ബാക്കി കഥ പറ. എന്നിട്ട് പിന്നെ എന്തരായി? പിന്നെ ആരങ്ങോട്ടെന്ന് പറഞ്ഞ? ഇതിപ്പോ എനിക്കാണ് സമാധാനം ഇല്ലാത്ത. ഒന്ന് പറ ഏട്ടാ വേഗം. അത് എല്ലാവർക്കും പഠിത്തമായിരുന്നു. അതിനുശേഷം ആദ്യം അങ്ങനെ എന്തോ എൻ്റെ വാക്കിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും, എൻ്റെ അഭിപ്രായത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവളെ അമ്മയ്ക്കും അച്ഛനും ചേട്ടനും കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ ഫോഴ്സ് ചെയ്യില്ല എന്നുള്ളത്. അവൾ അതിനുശേഷം എന്നെ ശല്യപ്പെടുത്താനോ എൻ്റെ അടുത്തൊന്ന് ചോദിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. കാണുമ്പോൾ ചിരിക്കും, അങ്ങനെ വലിയ സംസാരമില്ല, സുഖം തന്നെയും ചോദിക്കും, അത്ര തന്നെ. അല്ലാതെ ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ അൺകംഫർട്ടബിൾ ആക്കാനായിട്ട് ആദ്യം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു എവിടെയൊക്കെയോ ഒരു ഫീൽ. നമ്മളടുത്ത് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ അഭിപ്രായം കേട്ട് നമ്മളെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മളടുത്ത് ചെറിയ അകലം പാലിച്ച് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റീവ് സ്പേസ് തരുന്നതുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഫീലുണ്ടാവും. അങ്ങനെ ഒരു ഫീലായിരിക്കാം. അങ്ങനെ ഇരിക്കെ എൻ്റെ LLB റിസൾട്ടൊക്കെ വന്നു. അവളും IT +2 കഴിഞ്ഞ് അവൾ IT കോഴ്സാണ് തിരഞ്ഞെടുത്ത. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്ത് IT കോഴ്സ് തിരഞ്ഞെടുത്ത് ടെക്നോ പാർക്കിൽ ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ LLB പഠിത്തമൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസിന് ആയിരുന്നു. അങ്ങനെ റിസൾട്ടൊക്കെ വന്ന് പ്രാക്ടീസിനായിട്ട് പോകാനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അച്ഛാ, അമ്മ, എടാ ചേട്ടാ, ഒന്ന് വേഗം സമയം എത്ര ആയെന്ന്. അമ്മ അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞു.
സർപ്രൈസ് കൊടുക്കുമെന്ന് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഒന്നും പ്രൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഓ എന്റെ മോളെ, ഞാൻ ദാ ഒരുങ്ങി ഇറങ്ങി. നിന്റെ അമ്മയ്ക്കും ചേട്ടനുള്ള പാടേ ഉള്ളൂ. അമ്മ ഒരുങ്ങിയതൊക്കെ മതി. വന്നിട്ട് സമയം പോയി. കിടന്ന് പൂവാക്കിട്ട് പിന്നെ ഇതാ വരുന്നു. ഒരു സമാധാനത്തിനൊന്നും ഒരുങ്ങാൻ പോലും സമയം തരൂല പെൺകൊച്ചി. ഇതാ അമ്മ സമയം മൊത്തം താമസിച്ചിട്ട് കിടന്ന് സംസാരിച്ചാണ്ടല്ല. ഇത് ഒരുപാട് നേരമായി. എടാ ചേട്ടാ ഒന്ന് വാടാ ഇറങ്ങി. നിന്റെ പെണ്ണ് കാണുന്ന മല്ല പോണ. ഓ, ഈ പെണ്ണിത് എന്തിനാണെന്ന് അലറുന്ന? നിന്റെ വായിക്കത്ത് വല്ല സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ടാടി. വാ അങ്ങോട്ട് പോവാം. അല്ലടി മോളെ, എന്താണ് നിന്റെ ഉദ്ദേശം? നിങ്ങളല്ലേ മോള് ഇന്ന് എന്നെ എന്റെ ചെറുക്കനെ വിളിച്ചിറക്കൊണ്ട് വരായിരുന്നാ കൊള്ളാം. അതൊക്കെ ഉണ്ട്. ഒന്ന് വേഗം പോടാ. അച്ഛൻ ഓടിച്ചാ പോരെ ഇരുന്ന. പെണ്ണെ മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ അടുത്തത് വണ്ടി നിറച്ച് ദൂരെ അറിയാം. നോക്കോ. ആ വാടച്ചിരുന്നോ അവിടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അളിയാ വിച്ചു, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് ഡാ. ഇന്ന് ഞാൻ ബർത്ത്ഡേ ആണെന്ന് ഓർത്തേ മറന്നുപോയി. സാധാരണ നീ മെസ്സേജ് അയക്കുന്നല്ലേ, മെസ്സേജ് അയക്കുമ്പോഴാണ് അതേ ഓർക്കുന്നത്. ഇപ്രാവശ്യം അതും ചെയ്തില്ല നീ, അപ്പൊ ഞാൻ ഓർത്തില്ല. എന്തായാലും ഇതൊരു സർപ്രൈസ് ആയിപ്പോയി. താങ്ക് യുടാ. മോനെ വിച്ചു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഇവനാ പറഞ്ഞു ഇപ്രാവശ്യം നിനക്ക് സർപ്രൈസ് തരാം. ഇതങ്ങനെ അവിടുത്തെ ഞങ്ങൾ വിചാരിച്ചു. ഒരു മിനിറ്റെ, വിച്ചുവിനെ ഞാൻ കുറച്ചാകുമ്പോ ഒരു കാര്യം പറഞ്ഞ ഓർമ്മ വേണ്ട. എനിക്ക് വിച്ചുവിനെ ഇഷ്ടമാണ്. എനിക്ക് ഇന്ന് അതിന്റെ ഉത്തരം അറിയണം. അന്ന് ഞാൻ എന്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അവരെ സമ്മതത്തോടെ. എന്നുവെച്ചാൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ അവരുടെ പ്രോബ്ലം ആവരുതെന്ന് വിചാരിച്ചു അവർ ചോദിച്ചു അവരെ സമ്മതത്തോടെയാണ് ഞാൻ വന്ന് വിച്ചുവിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് വിച്ചു പറഞ്ഞ അതിന്റെ പ്രായത്തിന്റെയാണ്, അത് ഒരു അട്രാക്ഷൻ തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞു. അതല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ട് പോലും ഞാൻ വിച്ചുവിന് ഒന്ന് അത് വിശ്വാസം ആവട്ടെ എന്ന് പ്രൂവ് ചെയ്യണമെന്ന് വേണ്ടി ഇത്രയും നാള് വിച്ചു എനിക്കൊരു പോസിറ്റീവ് സൈൻ പോലും തന്നിട്ടില്ല. അതെനിക്കറിയാം, ഞാൻ തുറന്നു പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് സ്ട്രോങ് ആണെന്ന് എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ വിച്ചുവിനും ഉറപ്പ് കാണും ഞാൻ ഇപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ. സോ അതിനെക്കുറിച്ച് വിച്ചു എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഇന്ന് അറിയണം അതിന്റെ ഉത്തരം എന്താണെന്ന്. ഇനിയും വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്ക് മൂവ് ഓൺ ചെയ്യാത്ത പാവാടായിരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയണം. ഇന്ന് എനിക്ക് എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് പോകണമെന്ന് എനിക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യണം. ഞാൻ വിച്ചുവിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ വിച്ചുവിന് എന്നെ ഒരു പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയണം. Can happy birthday, but you really miss you. I can't say how much I miss you. Really. Wow. I'm so happy right now. നീ എപ്പോ വന്ന്? റിയലി മിസ് യു ടു. നീ ഇതൊരു അക്ഷരം പോലും പറഞ്ഞില്ലല്ല. നിന്റെ ഒരു മെസ്സേജ് വരെ കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞ് എന്തൊരു പറ്റി? അത് സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യമുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ സംസാരിക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ വിച്ചു, ഇനി ഇതുവരെ ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല. നിനക്ക് ഇപ്പൊ സമയമുണ്ടെങ്കിൽ അതിനൊന്ന് മറുപടി തന്നിട്ട് പോകാൻ പറ്റും? അല്ല വിച്ചു, ഇതൊക്കെ ആരാ? നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. ഐ ഗസ് ഇറ്റ്സ് അബി ആൻഡ് ഇറ്റ്സ് ഫാമിലി, റൈറ്റ്? ഹായ്, ഹലോ, ഐ ആം അഭിഷേക്. ഇതെന്റെ അച്ഛൻ, അമ്മ ആൻഡ് മൈ സിസ്റ്റർ. ഐ ഗസ് യു ആർ ആതിര, റൈറ്റ്? യെസ് ഡ്യൂഡ്, ഐ ആം ആതിര. സത്യം പറയാലോ അബി, എനിക്ക് തന്നോട് ഭയങ്കര അസൂയ വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 24/7 ഇവ ഇങ്ങനെ അഭിഷേക് നിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില നേരത്തുണ്ടല്ലോ എനിക്ക് വരുന്ന ദേഷ്യം എങ്ങനെയാണെന്നറിയാം. എന്റെ അടുത്ത് നിന്ന് നിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവ നീ ഇൻട്രോവേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തുടങ്ങി കഴിഞ്ഞാൽ അവസാനിപ്പിക്കില്ല. I'm so happy to see you. വിച്ചു, നിനക്ക് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു മറുപടി തരാനുണ്ടോ? It's really hurting, man. Say something.
യെസ് ഓർ നോ? ഓ അവണി, സോറി, ഞാൻ പെട്ടെന്ന് ഇതില് പിന്നെ ഞാൻ വിച്ചു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മുടെ കാര്യം. നീ ആദ്യയുടെ അടുത്ത് പറയണമെന്ന്, അറ്റ്ലീസ്റ്റ് അബിയുടെ അടുത്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കണേന്ന്. എന്നിട്ട് നീ എന്തോ ചെയ്ത് വെച്ചേക്കുന്നേ? ആദ്യം ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഞാനും വിച്ചും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഞാൻ വിചാരിച്ചു ഇവൻ്റെ അടുത്ത് പറഞ്ഞെന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത് നിന്റെ അടുത്ത് അത് പറയണേ. പക്ഷെ അവൻ ഐ എം റിയലി സോറി. ചേച്ചി സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അല്ല, ചേച്ചി സോറി പറയണതിന് ഞാൻ എൻ്റെ ഫീലിങ്സ് വെച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അത് തിരിച്ച് എൻ്റെ അടുത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ വന്നിങ്ങനെ ചമ്മേണ്ട ആവശ്യമില്ലായിരുന്നു. വിച്ചിനത് എൻ്റെ അടുത്ത് പറയായിരുന്നു. അറ്റ്ലീസ്റ്റ് ചേച്ചി പറഞ്ഞ എനിക്ക് ഏട്ടൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ എന്ത് പറയാനാ, ഞാൻ എൻ്റെ ഫീലിങ്സ് വിച്ച് ചേട്ടൻ്റെ അടുത്ത് പറയാൻ കാണിച്ച ധൈര്യം പോലും ചേട്ടൻ്റെ ഫീലിങ്സ് എൻ്റെ അടുത്ത് പറയാൻ കാണിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. ചേച്ചി സോറി ഒന്നും പറയണ്ട. ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്. വൈ ആർ യു സേയിങ് സോറി ടു മീ? റിയലി സോറി. ഞാൻ തന്നെ വിഷമിപ്പിച്ചെങ്കിൽ എന്തോ എനിക്കിപ്പോ ഒരു ഐ ഫീലിംഗ് ഹേർട്ട്. ഞാൻ US-ലാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷനായിട്ട് അങ്ങോട്ട് പോയത് തന്നെ ഞങ്ങളുടെ കാര്യം പറയാനായിട്ടായിരുന്നു വീട്ടിൽ. പറഞ്ഞ് അവരുടെ സമ്മതം കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വിച്ചിയുടെ അടുത്ത് പറയാൻ. ഐ എം റിയലി സോറി. നീ ഓക്കെ അല്ലേ? ഏയ് സോറിയുടെ ആവശ്യമൊന്നും ഇല്ല ചേച്ചി. ഐ എം ഓക്കെ. യാ, ഇറ്റ്സ് ഹേർട്ട്. ബട്ട് ഡോണ്ട് വറി, I can move on because I am a Vichinath. I can do whatever I want. And also, congratulations for your future life. Oh, thank you. And വിച്ചിന്റെ ഭാഗത്തുനിന്ന് സോറി പറയാട്ടോ. ഏയ്, ഇറ്റ്സ് പാസ്റ്റ്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. വിച്ചു, കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ അടുത്ത് പിണക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എനിക്കൊരു ബിരിയാണി വാങ്ങി തന്നാൽ മതി, ഞാനൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ശരി, എന്നാ ഞാൻ പോകുന്നു. ഏട്ടാ, അമ്മ, അച്ഛാ, പോവാ. നിങ്ങൾ ബാട്ടാ, ഞാൻ മുമ്പേ പോവാം. ചേട്ടാ, ബൈ ബൈ. ചേച്ചി, ബൈ. സി യു. വിഴിയിലെ എൻ വിഴിയിലെ കനവുകൾ കലൈந்ததே ഉയിരിലെ நினைவுகள் தழும்புதே கண்ணங்களில் கண்ணீர் வந்து உன் பெயரை எழுதுதே முத்தமிட்ட உதடுகள்